ബീയിങ് സഞ്ജു സാംസൺ ഈസ് നോട്ട് ഈസി. നമ്മൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു ക്രിക്കറ്റ് താരമാണ് സഞ്ജു സാംസൺ. സഞ്ജു സാംസന്റെ കരിയറിൽ ഉടനീളം നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ബീയിങ് സഞ്ജു സാംസൺ ഈസ് നോട്ട് ഈസി എന്ന്. അങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അവഗണനകളാണ്. കഴിഞ്ഞ വർഷം T20 ഇന്റർനാഷണലിൽ ഇന്ത്യക്ക് വേണ്ടി 3 സെഞ്ചുറികൾ നേടിയ താരം ഇപ്പോൾ ഇറങ്ങുന്നത് 5-ാമതും 6-ാമതും ഒക്കെയാണ്. ചിലപ്പോൾ ബാറ്റിംഗ് റൊട്ടേഷനിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം പോലും കിട്ടാറില്ല. കഴിവില്ലാഞ്ഞിട്ടാണോ അദ്ദേഹത്തിന് ഈ അവസ്ഥ വരുന്നത്? ഒരിക്കലുമല്ല. എന്നും ഇന്ത്യൻ ടീമിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. ഡൽഹി, പഞ്ചാബ്, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന കളിക്കാർ. ഇവരെല്ലാം നൂലിൽ കെട്ടിയിറക്കി സൂപ്പർ സ്റ്റാർ പട്ടം നൽകാൻ ശ്രമിക്കുമ്പോൾ റെപ്രസെന്റേഷൻ കിട്ടാതെ പോകുന്ന ഒരുപാട് താരങ്ങളിൽ ഒരാളാണ് സഞ്ജു സാംസൺ. ഇങ്ങനെയാണ് ആ ലോബി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രിയപ്പെട്ടവർ പ്രൊമോട്ട് ചെയ്യപ്പെടുകയും സഞ്ജുവിനെ പോലെയുള്ളവർ തഴയപ്പെടുകയും ചെയ്യുന്നു. കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് കിട്ടേണ്ടത്. നിലവിലെ വ്യവസ്ഥ ഇങ്ങനെയാണ്. കുറച്ച് ഡോമിനന്റ് ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുവരികയും അത് കാരണം ബാക്കിയുള്ളവർ എക്സ്ക്ലൂഡ് ആവുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി. ഈ സാധനം വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ഇന്ത്യയിലെ ദളിതുകൾ. ഡോമിനന്റ് കാസ്റ്റ് ഗ്രൂപ്പിലുള്ളവർ അവർക്ക് പ്രിയപ്പെട്ടവരെ സെലക്ട് ചെയ്യുകയും അവർക്ക് അവസരം നൽകുന്നതിലൂടെയും കഴിവുണ്ടായിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ പിന്തള്ളപ്പെടുന്ന ദളിതുകളുടെ കണക്ക് വളരെ വലുതാണ്. ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ റെസ്യൂമെ സ്റ്റഡി എന്താണെന്ന് നിങ്ങൾ ശരിക്കും ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതിന് പരിഹാരമായിട്ടാണ് നമ്മുടെ നാട്ടിൽ റിസർവേഷൻ ഉള്ളത്. എന്തുകൊണ്ട് റിസർവേഷൻ? ഈ എക്സ്ക്ലൂഷൻ സൊല്യൂഷനായിട്ട് ഇത് മാത്രമേ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളൂ. ഇനി ഒരു ആൾട്ടർനേറ്റീവായിട്ട് ഒരു ഏജൻസി അല്ലെങ്കിൽ എൻറ്റിറ്റിയെ കൊണ്ടുവന്ന് ഇങ്ങനെ മാറ്റി നിർത്തലൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ തീരുമാനിച്ചാലും ഇവിടുത്തെ ഡോമിനന്റ് ഗ്രൂപ്പുകൾ അതിൻ്റെ തലപ്പത്ത് വരികയും അത് നിയന്ത്രിക്കാൻ തുടങ്ങുകയും ചെയ്യും. അവർക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ശിങ്കിടികളെ അവർ അതിനകത്ത് കയറ്റി വിടുകയും ചെയ്യും. ഇങ്ങനെയുള്ള സംഭവം നടക്കുമ്പോൾ ഇവിടെ യാതൊരു മാറ്റവും ഉണ്ടാകാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഏജൻസി വിചാരിച്ചാൽ പരിഹരിക്കപ്പെടുന്ന ഇഷ്യൂമല്ല ഇത്. ഏക സൊല്യൂഷൻ സ്റ്റേറ്റ് മുൻകൈ എടുത്ത് അവർക്കൊരു സ്പേസ് അലോക്കേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ വ്യവസ്ഥിതിയിൽ റിസർവേഷൻ ഇമ്പോർട്ടൻ്റ് ആകുന്നത്. പക്ഷേ റിസർവേഷനെ നമ്മൾ എതിർക്കുന്നത് ഈ എക്സ്ക്ലൂഷനിൽ നമ്മൾ ഗുണഭോക്താക്കളാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ എക്സ്ക്ലൂഷനിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും തോന്നുന്നുമില്ല. നമ്മൾ പറയുന്ന ദളിതരെല്ലാം കഴിവില്ലാത്തവരാണ്. ആ കഴിവില്ലാത്തവരെ മുന്നോട്ട് കൊണ്ടുവരാനാണ് ഈ റിസർവേഷൻ എന്ന സംഭവം ഉള്ളതെന്ന്. സഞ്ജുവിന്റെ കാര്യത്തിൽ എക്സ്ക്ലൂഷൻ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. പക്ഷെ ദളിതിന്റെ കാര്യം വരുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നതേയില്ല. കാരണം സഞ്ജുവിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കാണുന്നത് സഞ്ജുവിന്റെ സ്ഥാനത്ത് നിന്നാണ്. അവിടെ നമ്മൾ വിക്ടിം സൈഡിലാണ്. മറ്റേ സൈഡിൽ നമ്മൾ ഇതിന്റെ ഗുണഭോക്താക്കന്മാരാണ്. നമ്മളിത് നോക്കിക്കാണുന്നത് ഡോമിനന്റ് കാസ്റ്റിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രമാണ്. അവിടെ വിക്ടിം പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതേയില്ല. ഈ വിക്ടിം പെർസ്പെക്റ്റീവിൽ നോക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് നമ്മളെല്ലാം സംവരണ വിരുദ്ധരായി മാറിയത്.